ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില മാർബിൾ കേക്കാണ്. ഏറ്റവും ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതിനായിട്ട് ആദ്യം 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് കട്ട കളഞ്ഞ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് ഇവ നന്നായി ഒരു തവണ അരിച്ച് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 3 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ബാച്ചസായി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സി ഉപയോഗിച്ചാണെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മുട്ട നന്നായിട്ട് ബീറ്റായി വരുമ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറോ ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനിടയിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്താൽ നമ്മുടെ കേക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റർ ഇതുപോലെ നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഈ ബാറ്ററിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. കേക്ക് ടീനിലോട്ട് ബാറ്റർ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് 1/4 ടീസ്പൂൺ വിനെഗർ വാനില ബാറ്ററിലോട്ടും 2-3 ഡ്രോപ്സ് വിനെഗർ കൊക്കോ പൗഡറിൻ്റെ ബാറ്ററിലോട്ടും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ സഹായിക്കും. ഓയിൽ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഓൾട്ടർനേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം വാനില ബാറ്റർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, പിന്നീട് കൊക്കോ ബാറ്റർ ആഡ് ചെയ്യുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. മാർബിൾ കേക്കിന് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് പുറത്തുനിന്ന് അകത്തോട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ ചൂടാകാൻ വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് കേക്ക് ടിൻ വെച്ച് കൊടുത്ത് ഒരു 30 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം.